കടലപ്പരിപ്പാണ്. പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണ ഇത് 500 കടലപ്പരിപ്പുണ്ട്. ഇത് ഞാൻ 5 മണിക്കൂർ മുന്നേ ഇതേപോലത്തെ ഒരു പാക്കറ്റ് പൊട്ടിച്ചാണ്ട് വെള്ളത്തിലിട്ടതാണ്. 5 മണിക്കൂർ മുന്നേ അതാണിത്. ഇത് ഇനി കുറച്ച് ഉപ്പിട്ട് കാണ്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ബോളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുണ്ടാക്കാൻ അതിൻ്റെ കൂട്ടാണ്. ഈ കൂട്ട് ഇതേമാതിരി ഉണ്ടാക്കി വെച്ച് കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ ആവശ്യമുള്ള ആ നേരത്തെ ബോളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് അടുപ്പത്ത് വെച്ച് കാണ്ട് നല്ലോണം 2 കൂക്കി വേവിക്കട്ടെ. ഇപ്പം നമ്മൾ വേവിച്ചാൻ വെച്ചിരുന്നോ അതിപ്പോൾ 3-4 കൂക്കി. ഇപ്പോൾ അതാ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. നല്ല എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉടക്കാൻ പറ്റണോ അത്രയും പെട്ടെന്ന് നമ്മളെ ജോലി എളുപ്പമാവും. ഇനി ഇതൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര, അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. അങ്ങനെ ഇളക്കി കൊടുത്ത മധുരം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടാകാൻ നോക്കുക, അതാക്കുക. പിന്നെ അതിലേക്ക് ഏലക്കായിൻ്റെ പൊടി. ഇതിപ്പോൾ ഇനി വെള്ളമായി വരും. ഇതിക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം. ഇതിക്ക് തേങ്ങ ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കണം. കാരണം എന്താ വെച്ചാൽ ബോളി ഉണ്ടാക്കുമ്പോൾ ഓട്ടാവാതെക്കാനാണ് പൊടിച്ച് ചേർക്കുന്നത്. ഇത് ഏലക്കായ് പൊടിയാണ്. ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിക്ക് പഞ്ചസാര അലിയണം. ഇതിക്ക് ഇതുകൊണ്ട് തന്നെ കുറുകി വരണം. ഇതിക്ക് നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കില്ല. ഇതന്നെ കുറുകി വരണം. വന്ന് മധുരം പാകമാണ്. നാം വെച്ച് നോക്കി. ഇപ്പോൾ കളറ് ചേർത്ത് കൊടുക്കുകയാണ്. കളർ ഇതേമാതിരി ഓറഞ്ച് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടുമാണ് ഇതിന് നല്ല മാച്ചാവുക. ഇനി ഇതിലേക്കൊരു മൈദമാവ് കുഴക്കാണ്ട്, അത് നമ്മൾ പൊറാട്ടക്ക് കുഴക്കണ പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. അത് ചെറിയ ബോളാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അതും ചുട്ടെടുത്ത് കാണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പായതിൻ്റെ ശേഷം അതെല്ലാം കൂടി ഒട്ടി വരും. ഒട്ടി വരാതെക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മാറ്റിക്കാണ്ട് ഒന്നും കൂടി അടക്കി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ജസ്റ്റ് വീട്ടിൽ ആരെയും വരികയാണെങ്കിൽ അത് ഇട്ട് ചൂടാക്കാം. അത് ആവിയിലല്ല വെക്കേണ്ടത്, നേരിയ ചൂടിൽ ചട്ടിയിലാണ് ഇടേണ്ടത്. അപ്പോൾ എണ്ണ കുറേശ്ശെ നെയ്യ് തടവി കൊടുക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ച് ചെറിയ ചട്ടിയിൽ വെക്കരുത്. ഇത് വലിയ ചട്ടിയിൽ വെക്കണം കുറച്ചായാലും, കാരണം ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ചട്ടിയിലാച്ചാൽ നമ്മളെ മേത്തേക്ക് പൊട്ടിത്തെറിക്കൽ ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇത് പിന്നെ കുറച്ച് നല്ലോണം ഉരുളണം. കുറച്ച് നല്ലോണം ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിക്കാം. ഈ മധുരം ഉണ്ടാന്ന് നോക്കാം. അപ്പോൾ മധുരം ഉണ്ടതിൽ പാകം മധുരമേ ഉള്ളൂ, മധുരം കൂടുതലില്ല. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പക്ഷെ ഇത് ബോളിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബോളിയിൽ മധുരം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതിൽ മധുരം കൂടുതൽ ചേർക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ഇത് നല്ലോണം പറയട്ടെ. അപ്പോൾ ഇത് നല്ലോണം വെള്ളം വറ്റിയതാ. ഇത് കണ്ടോളി, അടിയിൽ ഇങ്ങനെ കുറേശ്ശെ പരന്നിട്ട് അടി പിടിക്കണമൊന്നുമില്ല, നോൺ സ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട്. അപ്പോൾ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളിപ്പോൾ അതിൽ ഒഴിച്ച്. ഇനി ഇതിൽ നല്ലോണം ഈ നെയ്യ് ഇതിൽ മിക്സായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷമാണ് ബോളി ഉണ്ടാക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഇട്ട് കാണിച്ചു തരാം. ബോളി ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതിൻ്റെ കൂട്ടാണ്. ഇതിങ്ങനെ ചപ്പാത്തിക്ക് ഇതിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. മൈദ
ഓരോരോ ബോളാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇത് ബോൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ പോണത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോളിൻ്റെ കൂട്ടുവട റെഡിയാണ്. ഇത് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പോണത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് വരക്കുക. കുറച്ച് കട്ടിയിൽ വേണം. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഇനി ഇതാ ഇങ്ങനെ വലിച്ച് പിടിച്ച് ഇങ്ങനെ ഇത് നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യുക. അങ്ങനെ എല്ലേതും ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നല്ലോണം പൊടിയിടുക. പൊടി കൂടുതലിടണം. എന്നിട്ട് അതിൽ ഇത് പരത്തിയെടുക്കുക ചെയ്യുക. ഇങ്ങനെ പരക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ അണ്ടി മുന്തിരിയൊക്കെ ഇട്ടാൽ അത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ വിചാരിച്ചാൽ പരത്തുമ്പോൾ ഓട്ടാവും. അതാണ് ഞങ്ങളോട് തേങ്ങ ഇടുകയാണെങ്കിൽ പൊടിച്ച് ചേർക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതായി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇത് ഫുള്ളും അങ്ങനെ ആക്കിയെടുക്കുക. ആദ്യം ഞാൻ ഇത് ഫുള്ളും റെഡിയാക്കിയിട്ട് വരാം. നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ട് അരിപ്പൊടിയിലാണ് ഇത് പരത്തേണ്ടത്. അരിപ്പൊടിയിൽ അത് ഈ ഭാഗം താഴേക്ക് വെക്കണം. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ഇത് പൊട്ടും. പിന്നെ ഇവിടെ മേലെ ഇതിൻ്റെ കളറുണ്ട് തെളിഞ്ഞ് വരുമ്പോൾ നിർത്തണം. അമിതമായിട്ടുണ്ടെച്ചെങ്കിൽ അധികമായാൽ ഇത് പൊട്ടിപ്പോവും. ഇതത് നേരെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നേരെ ഇത് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാം പരത്തി വെക്കുക. ഇതേപോലെ കൂട്ട് തയ്യാറാക്കുക. ബാക്കി കൂട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെയാണ് നിറക്കണമെന്നുണ്ടെച്ചെങ്കിൽ അണ്ടി മുന്തിരിയും ചേർക്കുക. ഇത് ബ്രെഡ് ബോളി ഇങ്ങനെ പരത്താനാവുമ്പോൾ അണ്ടി മുന്തിരിയും ചേർത്തിട്ടുണ്ടെച്ചെങ്കിൽ പൊട്ടിപ്പോവും. ഇത് അരിപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂടുതൽ വെക്കുക. ഈ ഭാഗം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് വേണം ഇത് പരത്താൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഒന്നും കൂടി പറയണേ. ഇതിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെക്കുക. ഇതിപ്പോൾ മുഴുവനും പരത്തിയെടുത്തതാണ്. ഇതിൻ്റെ കുറേശ്ശെ എണ്ണ തേക്കുക. എന്നിട്ട് അടിഭാഗം ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾ അടിയിൽ അടി പരത്ത് ഈ ഭാഗമാണ് താഴത്തിട്ട് കൊടുക്കേണ്ടത്. വേഗം വെന്ത് കഴിയും. കാരണം തീരെ കട്ടില്ല. ഉള്ളിൽ വെച്ചത് നല്ലോണം വെന്തതാണ്. അങ്ങനെ ഇത് ഫുള്ളും ചുട്ടെടുക്കുക. ഇതേപോലെ ഇതിൻ്റെ മേലൊക്കെ നെയ്യ് ഒഴിച്ചപ്പോൾ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ മറിച്ചിടുക. ഇത് പൊന്തി വരും. ഇത് പൊള്ളച്ച് വരുമ്പോഴാണ് ഇത് വെന്തെന്ന് മനസ്സിലാവുക. വേഗം വേവും, എന്നാലും ഇതിൻ്റെ പൊള്ളപ്പ് വരണം. ഇതാ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടോ? ഇതാ പൊള്ളക്കണി. ഇങ്ങനെ പൊള്ളച്ച് പൊന്തി വരുന്നത്. അങ്ങനെ പൊള്ളച്ച് വന്നാൽ ഇനി ഒന്നുകൂടി മറിച്ചിട്ട് അതുകൊണ്ട് എടുത്ത് വെക്കാം. ഇത് വേഗം ഉണ്ടതാ. ഇതൊക്കെ പൊന്തി വന്നു. ഈ പൊന്തി വന്നാൽ പിന്നെ അതിൽ അധികം ഇട്ടുകൊണ്ട് നിൽക്കണ്ട. ഇതൊക്കെ വെന്തോ. ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് രണ്ടടുപ്പത്തും വെച്ചതാണ്. ഇനി ചുട്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് പൊള്ളച്ച് വരുമ്പോഴാണ് ഇത് വെന്തെന്ന് മനസ്സിലാവുക.
വേഗം വേവും, എന്നാലും ഇതിൻ്റെ പൊള്ളപ്പ് വരണം. ഇതാ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടോ? ഇതാ പൊള്ളത്തിന് ഇങ്ങനെ പൊള്ളച്ച് പൊന്തി വരുന്നത്. ഇങ്ങനെ പൊള്ളച്ച് വന്നാൽ ഇനി ഒന്നുകൂടി മറിച്ചിട്ട് അതുകൊണ്ട് എടുത്ത് വെക്കാം. ഇത് വേഗം ഉണ്ടതാ. ഇതൊക്കെ പൊന്തി വന്നു. ഈ പൊന്തി വന്നാൽ പിന്നെ അതിൽ അധികം ഇട്ടുകൊണ്ട് നിൽക്കണ്ട. അതൊക്കെ വെന്തോ. ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് രണ്ടടുപ്പത്തും വെച്ചതാണ്. ഇനി ചുട്ടത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ബാക്കിയുള്ള മാവാണ്. ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഇതുണ്ടാക്കാൻ പറ്റും. ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തി കൂട്ടി തിന്നാ, പത്തിരി കൂട്ടി തിന്നാ, എല്ലാറ്റിനും പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.